നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിലെ മികച്ച പ്രകടനം കൊണ്ട് പാകിസ്ഥാന്റെ വ്യോമശക്തിയുടെ 1/5 ഇല്ലാതാക്കി ഇന്ത്യ എന്നതാണ് സത്യം. എന്നിട്ടും പാകിസ്ഥാൻ തങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞ് റോഡുകളിൽ ജയാരവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇന്ത്യക്ക് ഇതുകൊണ്ട് എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഇന്ത്യൻ സൈന്യം അടുത്ത ഓപ്പറേഷന് തുടക്കമിട്ടിരിക്കുന്നു. കാരണം ഭീകരതയുടെ വേരറുക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ കെല്ലർ. ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി ഷോപ്പിയാനിൽ നടന്ന തെരച്ചിലിൽ എൻകൗണ്ടറിൽ 3 ഭീകരവാദികളെ കമാൻഡോകൾ കാലവരിക്കയക്കുകയും ചെയ്തു. ഇതിലൊരാൾ പാകിസ്ഥാന് ജെയ്ഷെ മുഹമ്മദിന് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ്. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽപ്പെട്ട തീവ്രവാദി. പഹൽഗാമിലെ കൂട്ടക്കുരു നടത്തിയതിലെ ബുദ്ധികേന്ദ്രം, TRFിൻ്റെ ബുദ്ധികേരം, ജെയ്ഷെ മുഹമ്മദിൻ്റെ റിക്രൂട്ടിംഗ് തലവനും എല്ലാമും ഷാഹിദ് കുട്ടെ. പാകിസ്ഥാനിലെ തീവ്രവാദ ഫാക്ടറികളിൽ മുതിർന്ന തീവ്രവാദി നേതാക്കളുമായി നേരിട്ട് ബന്ധമുള്ളയാൾ. പാക് സൈന്യത്തിൻ്റെ പക്കൽ നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണവും ആയുധവുമൊക്കെ ശേഖരിച്ച് ജെയ്ഷെ മുഹമ്മദ് നൽകുന്ന പ്രധാന വ്യക്തി. കുൽഗാമിനടുത്ത ഷിബിനലിലെ ഷോർ കെല്ലറിൽ വെച്ചാണ് ഇയാളെ ഇന്ത്യൻ കമാൻഡോകൾ തെരഞ്ഞു പിടിച്ച് വധിച്ചതും. സൈന്യത്തിൻ്റെ നിർണായകമായ ഈ ഓപ്പറേഷൻ കെല്ലർ വീണ്ടും തുടരും. 2024 2 ജർമ്മൻ ടൂറിസ്റ്റുകളെ കശ്മീരിൽ വെടിവെച്ച കേസിലെ മുഖ്യപ്രതി. 1 മാസത്തിനു ശേഷം കശ്മീരിലെ ഒരു ലോക്കൽ രാഷ്ട്രീയ നേതാവിനെ വെടിവെച്ച് കൊന്നു. ഒടുവിൽ ഇപ്പോഴിതാ പഹൽഗാമിലെ കൂട്ടക്കുരുതിയുടെ സൂത്രധാരന്മാരിൽ ഒരാൾ. ഇന്ത്യയിലേക്ക് കടക്കുന്ന തീവ്രവാദികൾക്കുള്ള റിക്രൂട്ട്മെൻറ്റ്, ഏകോപനം, പാകിസ്ഥാനിലെ ആയുധങ്ങൾ, ഇതെല്ലാം നോക്കി നടത്തുന്നത് ഈ ഷാഹിദ് കുട്ടയാണ്. കശ്മീർ പോലീസ് തകർത്ത 10 ഭീകരരുടെ വീടുകളിൽ ഷാഹിദ് കുട്ടയുടെ വീടുമുണ്ടായിരുന്നു. ഒടുവിൽ ഇതാ ഷാഹിദ് കുട്ടയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെടിയുണ്ടയ്ക്ക് കീഴടങ്ങി. ദേശീയ അന്വേഷണ ഏജൻസികൾ പഹൽഗാമിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ 2 പാകിസ്ഥാനിലടക്കം 3 പേരുടെ രേഖാചിത്രങ്ങൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുടെ തലയ്ക്ക് 20 ലക്ഷം രൂപ വീതമാണ് ഇന്ത്യ വിലയിട്ടിരിക്കുന്നത്. ഒരാൾ കശ്മീരിയാണ്, ഹുസൈൻ ടോക്കർ. പാകിസ്ഥാനികൾ അലിഭായിയും ഹാഷിം മൂസയും. ഇവർ 3 പേരും ഇപ്പോൾ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽപ്പെട്ടവരാണ്. ആകെ 7 തീവ്രവാദികളാണ് പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയത് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം. ഇതോടെ ഓപ്പറേഷൻ കെല്ലർ തുടരും. ഈ 7 പേരെയും പിടികൂടി രാജ്യത്തെ സുന്ദരമാഞ്ഞ വിധവകൾക്ക് നീതി ലഭിക്കുന്നതുവരെ ഓപ്പറേഷൻ കെല്ലർ തുടരും. TRFിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കാൻ UN-ൽ ഇന്ത്യ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ ഒരുങ്ങുകയാണ്. പാകിസ്ഥാനാണ് TRFിനെ UN രക്ഷാസമിതിയിൽ ചൈനയെ കൊണ്ട് സംരക്ഷിച്ച് ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതിന് ഇന്ത്യ ഇടം നൽകില്ല. ഈ ആഴ്ച തന്നെ UN സുരക്ഷാ സമിതി ചേരുന്നുണ്ട്. TRFിനെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതിൻ്റെ തെളിവുകളടക്കം നൽകി ഇന്ത്യ UN-നെ കൊണ്ട് TRFിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിപ്പിക്കും. ഈ ശ്രമങ്ങളെ എതിർക്കാൻ നിലവിൽ ചൈന മാത്രമേ രക്ഷാസമിതിയിലുള്ളൂ എന്നതാണ് ഇന്ത്യക്ക് ആശ്വാസം. എന്തായാലും പഹൽഗാമിലെ അടിക്ക് തിരിച്ചടി ഇന്ത്യ നൽകി ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല, അതുറപ്പാണ്. അത് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ കെല്ലറിലൂടെ ഇതാ തുടരുകയാണ്. ഭീകരതയുടെ വേരറക്കുന്നതുവരെ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ കെല്ലറും മറ്റ് ഓപ്പറേഷനുകളും തുടരുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വ്യക്തമായ സൂചന. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.